SFI പ്രവർത്തകരുടെ മാർച്ച് സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുകയാണ്. കൊച്ചിയിലും സ്ഥിതി സംഘർഷഭരിതമായിരുന്നു. അവിടെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകൾ കണ്ടു. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, കൊച്ചിയിൽ ഇപ്പോൾ അവസ്ഥ എന്താണ്? ഇപ്പോൾ മാർച്ചിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടിയും പ്രവർത്തകരുടെ സമീപനവും. പ്രവർത്തകർ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരുന്നു. തുടർന്ന് പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോയിരുന്നു. അതിനുശേഷം എത്തിയിരിക്കുന്നു. വീണ്ടും ബാരിക്കേഡ് തള്ളിനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഏകദേശം BSNL ഓഫീസിന് മുന്നിൽ തന്നെ തടഞ്ഞിരുന്നതാണ്. ആ ബാരിക്കേഡ് തള്ളി നീക്കാൻ വേണ്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. അത് ഏറെ നേരം തള്ളി നീക്കാൻ വേണ്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. അത് ഏറെ നേരം നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ചില പ്രവർത്തകർ ബാരിക്കേഡിന് മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. അവർക്ക് നേരെ പോലീസ് ലാത്തി വീശി. എങ്കിലും പിന്നീടും പ്രവർത്തകർ കൂടുതലായി ആ ബാരിക്കേഡ് തള്ളി നീക്കി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു. SFI പ്രവർത്തകർ വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. ടിയർ ഗ്യാസ് പ്രയോഗിച്ചപ്പോൾ ഇവിടെ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. അങ്ങനെ പ്രവർത്തകർ ഇവിടെ നിന്ന് മാറി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ തിരിച്ച് തമ്പടിച്ച് ഇപ്പോൾ ഈ ബാരിക്കേഡിന് സമീപം കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ എറണാകുളത്ത് കാണാൻ കഴിയുന്നത്. SFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം തന്നെ എറണാകുളത്ത് അരങ്ങേറിയിരിക്കുകയാണ്. എറണാകുളത്തുള്ള വിവരങ്ങളാണ് ഇപ്പോൾ രാഗിൻ നൽകിയത്. തിരുവനന്തപുരത്ത് സ്ഥിതി കൂടുതൽ വഷളാകുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, പോലീസിന്റെ ഭാഗത്തു നിന്നും നേരത്തെ ജലപീരങ്കി പ്രയോഗമൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത സാഹചര്യം എന്താണ്? സ്ഥിതി കൂടുതൽ വഷളാകുന്നുണ്ടോ? പ്രജീഷ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജലപീരങ്കി വാഹനത്തിലെ വെള്ളം മുഴുവൻ തീരുന്നതല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഏതാണ്ട് 8-9 തവണ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു 10-30 സെക്കൻഡൊക്കെ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം അങ്ങ് നിർത്തുകയാണ് പതിവ്. ഇത് അങ്ങനെയല്ല. തുടർച്ചയായി 1-1.5 മിനിറ്റ് ഇങ്ങനെ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഒപ്പം ഈ ബാരിക്കേഡ് തള്ളി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം വീണ്ടും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതേതായാലും ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്തേക്ക് ചരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഏറ്റവും സൈഡിലായിട്ട് പ്രവർത്തകർ നിന്ന് അതിന്റെ കെട്ടൊക്കെ അഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും നടക്കുന്നില്ല. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗമാണ്. അതിനുശേഷം ഈ ബാരിക്കേഡിന് പിന്നിലേക്ക് പ്രവർത്തകർ വരും. ജലപീരങ്കി പ്രയോഗിച്ച ശേഷം വീണ്ടും ഈ വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. പിന്നോട്ട് പോകാൻ ഇപ്പോഴും പ്രവർത്തകർ ഒരുക്കമല്ല. SFI നേതാക്കൾ സഞ്ജീവും അതോടൊപ്പം തന്നെ ശിവപ്രസാദും മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രതിഷേധത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നും കാണുവാൻ കഴിയുന്നത്. ഒരുപാട് പ്രവർത്തകരുണ്ട്. അങ്ങനെ പിൻവാങ്ങിയ ഒരു പ്രവർത്തകരും പോകുന്നില്ല. വെള്ളയമ്പല ഭാഗം വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത്രയും പ്രവർത്തകർ ഉണ്ട്. ഏതാണ്ട് ഒരു 100 കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 2 വാഹനങ്ങളിൽ നിന്ന് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുവെങ്കിൽ പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. അവരുടെ ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. അത് ശക്തമായ സമരത്തിലേക്കാണ് SFI DYFI എല്ലാം ഈ വിഷയത്തിൽ ഏതായാലും കടക്കുന്നത്. ഇനി ഡൽഹിയിലേക്ക് സമരം വ്യാപിപ്പിക്കാനുള്ളൊരു നീക്കമാണ് SFIയുടെയും DYFIയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അവരുടെ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പും ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തും. ആ പ്രതിഷേധം അത്തരത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കും, ശക്തമാക്കുമെന്നുള്ളതാണ് SFIയും DYFIയും എല്ലാം തന്നെ പറയുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ SFIയുടെ അവകാശ പത്രികാ സമർപ്പണ മാർച്ച് സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിലേക്കൊക്കെയാണ് നടത്തുന്നത്. വലിയ വിപുലമായ പരിപാടിയാണ് SFIയുടെ. പക്ഷേ ലോക് ഭവനിലേക്ക് മാറ്റിയതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ഇതുതന്നെയാണ്. ഇപ്പോഴും സംഘർഷാവസ്ഥ ലോക് ഭവന് മുന്നിൽ തുടരുകയാണ്. പ്രജീഷ്, സ്റ്റെഫിൻ, പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നും സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതുവരെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് സൈഡിൽ പ്രവർത്തകർ ഈ പോലീസിന്റെ ബാരിക്കേഡ് മുറിച്ചു നീക്കാനൊക്കെയുള്ള ശ്രമം നടത്തി, അല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുമ്പോഴും അവരുടെ തക്ക സൗമ്യമായ കാര്യങ്ങൾ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. ഇപ്പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പോലീസിനെ മർദ്ദിക്കുക അല്ലാതെ മറ്റു വഴിയില്ല എന്നൊക്കെ തമാശയായിട്ട് ചില പ്രവർത്തകർ സംസാരിക്കുന്ന കാഴ്ചകൾ നമുക്ക്
കാണുവാൻ കഴിയുന്നുണ്ട്. ഏതായാലും അത്രയധികം വലിയ സമരമാണ് SFIയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. പിൻവാങ്ങാൻ ആരും തന്നെ ഒരുക്കമല്ല. ഏതായാലും കുറച്ച് നാട്ടുകാർ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. കുറേ പേരിങ്ങനെ നമ്മൾ ഈ ക്യാമറ നിൽക്കുന്ന ഈ ഭാഗത്തൂടെയൊക്കെ വരുന്ന അപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച് വരുന്ന കാഴ്ചകളും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മറ്റേ ഭാഗത്തൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ആ സ്ത്രീയൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോകാൻ കഴിയാതെ വെള്ളയമ്പലം ചുറ്റിപ്പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഏതായാലും സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് SFI മാറുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. ഈ സർക്കാർ വന്നതിന് ശേഷം SFI സമരരംഗത്ത് തന്നെയാണ്, സമരമുഖത്തിൽ തന്നെയാണ് SFI ഉള്ളത്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഉയർന്നു വരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് SFI ഇങ്ങനെ ഓരോ സമരവും മുന്നോട്ട് നീക്കുന്നത്. ഇപ്പോൾ ലോക് ഭവന് മുന്നിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. കുറേ പ്രവർത്തകർ ആ ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ പോലീസിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കൈവിട്ടു പോകും, സംഘർഷം ആകും, പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ടി വരും. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നന്ദനുമാണ് ആ ബാരിക്കേഡിന് മുന്നിൽ നിൽക്കുന്നത്. ബോർഡൊക്കെ ഉയർത്തി മോഡി മർഡർ ഓഫ് ഡെമോക്രാറ്റിക് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അന്തകനാണ് മോഡി എന്ന് എഴുതിയ ആ ഒരു പോസ്റ്ററൊക്കെ ഉയർത്തിപ്പിടിക്കുകയാണ്. ശിവപ്രസാദും സഞ്ജീവും ചേർന്ന ആ പോസ്റ്റർ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡിന് മുന്നിൽ നേതാക്കളെല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഒരുപാട് പ്രവർത്തകർ ആ വെള്ളയമ്പലം ഭാഗത്തു നിന്നുൾപ്പെടെ ആ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വീണ്ടും അതിശക്തിയായിട്ട് പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ചകളാണ് കാണുവാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ മാർച്ചിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ AK സ്റ്റെഫൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും പിരിഞ്ഞു പോകില്ല എന്ന ആഹ്വാനത്തോടു കൂടിയാണ് SFI പ്രവർത്തകർ ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. മാർച്ച് സമീപത്ത് വെച്ച് തന്നെ ബാരിക്കേഡ് തീർത്തുകൊണ്ട് പോലീസ് തടഞ്ഞുവെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ജലപീരങ്കി പ്രയോഗം നടത്തുന്നുണ്ട് പോലീസ്. ജലപീരങ്കി പ്രയോഗിക്കുന്ന സമയത്ത് മാത്രം മുൻനിരയുള്ള പ്രവർത്തകർ അല്പം ശാന്തരാവുകയും പിന്നീട് വീണ്ടും ബാരിക്കേഡിന് നേർക്ക് വരികയും ചെയ്യുന്നുണ്ട്. വനിതാ പ്രവർത്തകരും SFI പ്രവർത്തകർ പല ക്യാമ്പസുകളിൽ എത്തിയവരടക്കം നിരവധി പേർ ഈ സമരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന് നന്നേ പണിപ്പെടേണ്ടി വരും പ്രവർത്തകരെ ശാന്തരാക്കാൻ. പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിലൊരു ആക്ഷനിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും പ്രധാനപ്പെട്ട റീജിയനുകളിലെല്ലാം ബാക്കി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും SFIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ മാർച്ച് കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കാണ്, പോസ്റ്റ് ഓഫീസ്, LIC ഉൾപ്പെടെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിലേക്ക് മാർച്ചാണ്. പിന്നീട് സംസ്ഥാന വ്യാപകമായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും നേതൃത്വം നൽകുന്ന മാർച്ച് ലോക് ഭവനിലേക്കാണ്. ലോക് ഭവനിലേക്കുള്ള മാർച്ചും അതിശക്തമായ രീതിയിൽ പുരോഗമിച്ച് കൊണ്ടേയിരിക്കുകയാണ്. പ്രവർത്തകർ ശാന്തരാകുന്നില്ല. കൂടുതൽ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ കുത്തിയിരുന്നുള്ള മുദ്രാവാക്യം വിളിയിലേക്ക് പോവുകയാണ്. എത്ര സമയം ഈ സമരം നീണ്ടുപോകുമെന്ന് അറിയാൻ കഴിയില്ല. പരമാവധി പോലീസിന്റെ ഭാഗത്തുള്ള സമീപനം ഉണ്ടാകുന്നുണ്ട്. ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിലാണ് പ്രവർത്തകരെ ശാന്തരാക്കാൻ ജലപീരങ്കി പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടിയർ ഗ്യാസ് പ്രയോഗമൊന്നും തിരുവനന്തപുരത്തെ മാർച്ചിൽ ഉണ്ടായിട്ടില്ല. പോലീസ് പക്ഷേ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് വഴികൾ ഒന്നുമില്ല എന്ന മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകുന്നുണ്ട്.